بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ വിശദീകരിക്കാനുള്ള അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഏതൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേയും ആ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ആദ്യത്തിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ദർസ് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തിലായതുകൊണ്ട് തന്നെ എന്താണ് അസ്മാഉല്ലാഹ്, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ താരീഫ് എന്ന് പറഞ്ഞാൽ നിർവചനം എന്താണ്, അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹു അൽ അഖീദത്തിൽ അസ്ഫഹാനിയ എന്ന ഗ്രന്ഥത്തിൽ 5-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, അൽ അസ്മാഉൽ ഹുസ്ന അൽ മഅറൂഫ. അൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അൽ മഅറൂഫ, അറിയപ്പെട്ട അസ്മാഉകൾ, ഹിയ അല്ലതി യുദ്അ അല്ലാഹു ബിഹാ വഹിയ അല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്നഹ് وهي التي تقتضي المدح والثناء بنفسها. ഈ ഇബാറത്ത് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ളത്, ദയവ് ചെയ്തത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ എടുത്ത് വെക്കരുത്, മറിച്ച് അത് കൈകൊണ്ട് പകർത്തി എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആരും അത് നേരെ പകർത്തി കോപ്പി പേസ്റ്റ് ചെയ്ത് എടുത്തു വെക്കുക എന്നുള്ള കോലത്തിൽ ചെയ്യരുത്. ഒരു നോട്ട് ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഇതിലിങ്ങനെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഇബാറത്തുകളും മറ്റും കൈകൊണ്ട് പകർത്തി എഴുതുക. അത് നിങ്ങളുടെ എഴുത്ത് അതിന്റെ ശീലം വർദ്ധിപ്പിക്കാനും അറബി ഭാഷയുമായുള്ള ബന്ധം കൂടുതൽ ശരിയാക്കാനും നല്ലതാണ്. ശൈഖുൽ ഇസ്ലാം പറയുന്നത്, അൽ അസ്മാഉൽ ഹുസ്ന അൽ മഅറൂഫ, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അവ അല്ലതി യുദ്അ അല്ലാഹു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നാമങ്ങൾ കൊണ്ടാണോ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത്, യുദ്അ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുക, അല്ലാഹു പ്രാർത്ഥിക്കപ്പെടുക, ബിഹാ അതുകൊണ്ട്, ഏതൊരു നാമങ്ങൾ കൊണ്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത്, വഹിയ അല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്നഹ്, അല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്നഹ്, അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുള്ള നാമങ്ങൾ ഏതാണോ അതാണ്. وهي التي تقتضي المدح والثناء بنفسها. وهي التي تقتضي എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നത് എന്നൊക്കെയാണ് തഖ്തദി എന്ന പദത്തിന്റെ അർത്ഥം. അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹ, അൽ മദ്ഹ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തൽ, സനാഇ എന്ന് പറഞ്ഞാൽ പ്രശംസ, ബിനഫ്സിഹ ആ നാമങ്ങൾ അതുകൊണ്ട് മാത്രം ഏതൊരു നാമങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കപ്പെടുന്നു, ഏതൊരു നാമങ്ങളാണോ അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുള്ളത്, ഏതൊരു നാമങ്ങളാണോ ആ നാമങ്ങൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ തന്നെ
അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള പ്രശംസയും പുകഴ്ത്തലും ഉൾക്കൊള്ളുന്നത്. അവയാണ് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. 3 കാര്യങ്ങളാണ് ഈ തഅരീഫിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി അത് വായിച്ച് വിശദീകരിക്കാം. ഹിയല്ലതി യുദ്അ അല്ലാഹു ബിഹാ. ഹിയ അവ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അസ്മാഉകൾ. അല്ലതി എന്നതിന്റെ സ്ത്രീലിംഗ പദമാണ് അല്ലതി. അവ ഏതാണ്? യുദ്അ അല്ലാഹു ബിഹാ. യുദ്അ പ്രാർത്ഥിക്കപ്പെടുക. അല്ലാഹു പ്രാർത്ഥിക്കപ്പെടുന്ന ബിഹ അതുകൊണ്ട്. ഏതൊരു നാമങ്ങൾ കൊണ്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത് അവയാണ് അസ്മാഉൽ ഹുസ്ന. കഴിഞ്ഞില്ല. വഹിയല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്നഹ. അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും വന്നിട്ടുള്ള നാമങ്ങൾ ഏതാണോ അവയാണ് അസ്മാഉൽ ഹുസ്ന. വഹിയല്ലതി തഖ്തദി അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹാ. ഏതൊരു നാമങ്ങളാണോ ബിനഫ്സിഹ എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ, ഒറ്റക്ക് നിൽക്കുമ്പോൾ തന്നെ ഏതൊരു നാമങ്ങൾ കൊണ്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രശംസയും പുകഴ്ത്തലുമായി തീരുന്ന നാമങ്ങൾ ഏതാണോ അവയാണ് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് വിശദീകരിക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. ഈ തഅരീഫ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ഇത് എടുത്തിട്ടുള്ളത് സൂറത്തു അൽ ഇസ്രായിലെ സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ നിന്നാണ്. സൂറത്തുൽ അറാഫ് 180-ാമത്തെ ആയത്തിൽ നിന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ഈ താരീഫ് എടുത്തിട്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിനാകുന്നു അസ്മാഉൽ ഹുസ്നയുള്ളത്. ഫദ്ഉഹു ബിഹാ, അതിനാൽ ഫദ്ഉഹു നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ബിഹ അതുകൊണ്ട്. ഈ ആയത്തിൽ നിന്നാണ് ഈ താരീഫ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ഖലീഫ തമീമി അദ്ദേഹത്തിന്റെ മുഅ്തഖദു അഹ്ലി സുന്ന വൽ ജമാഅ ഫി അസ്മാഇല്ലാഹിൽ ഹുസ്ന വ സിഫാതിഹിൽ ഉലാ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് ആദ്യം പറഞ്ഞത് ഹിയല്ലതി യുദ്അ അല്ലാഹു ബിഹാ. ഏതൊരു നാമങ്ങൾ കൊണ്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത് അവയാണ് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലെ ആ ആയത്തിലുള്ള പരാമർശമാണ് ഫദ്ഉഹു ബിഹാ. നിങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അപ്പൊ ഏതൊരു നാമങ്ങൾ കൊണ്ടാണോ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റിയത് അതാണ് അല്ലാഹുവിന്റെ അസ്മാഉകൾ. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രൂപ യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്. ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നാമങ്ങൾ കൊണ്ടാണോ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവയാണ് അല്ലാഹുവിന്റെ നാമങ്ങൾ. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മലയാളത്തിലുള്ള പദങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ ഒരു നിലപാടല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അവന്റെ അസ്മാഉകളെ കൊണ്ടാണ്. അതല്ലാത്ത പേരുകളിൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നാമങ്ങളുടെ പരിഭാഷ എന്ന പേരിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള പേരുകളിൽ, ഉദാഹരണത്തിന് നാഥൻ, അതല്ലെങ്കിൽ രക്ഷിതാവ്, അതല്ലെങ്കിൽ ദൈവം, ഈശ്വരൻ എന്നിത്യാദി പദങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കാതിരിക്കലാണ് കൂടുതൽ സൂക്ഷ്മമായ നിലപാട്.
അങ്ങനെ വിളിക്കുന്നത് ഹറാമാണ് എന്നോ മറ്റോ നമ്മൾ പറയുന്നില്ല, അല്ലാഹു അലം. പക്ഷെ അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓഹ് ഗോഡ്, യാ ഖുദ, ഇമാതിരി പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് ചില ഉസ്താദുമാരിൽ ചിലർ അത്തരം പദങ്ങളിൽ വിളിക്കാൻ പാടില്ല എന്ന് തന്നെ പറയുന്നവരായിരുന്നു. അപ്പൊ ഹിയല്ലത്തി യുദ് അല്ലാഹു ബിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഏതൊരു പദങ്ങൾ കൊണ്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് അല്ലാഹുവിന്റെ നാമമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പരമകാരുണികൻ എന്നത് ഒരിക്കലും അല്ലാഹുവിന്റെ നാമമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിന്റെ വിശദീകരണമാണ്. നേരെ തർജുമ പോലും അല്ല അത്. അർ റഹ്മാൻ ഇസിക്കൽ ടു പരമകാരുണികൻ എന്ന് പറയാൻ പറ്റൂല. അർ റഹ്മാൻ എന്ന പദത്തിന് മലയാളത്തിൽ പറയാൻ പറ്റിയ പദങ്ങളിൽ കുറച്ചു ഭേദപ്പെട്ട ഒരു പദപ്രയോഗം എന്ന് മാത്രമേ നമുക്കതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ അർ റഹ്മാൻ ഇസിക്കൽ ടു പരമകാരുണികൻ എന്ന് ഒരാൾ പറയുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയപ്പെടാൻ സാധിക്കുന്നത് ഏതൊരു നാമമാണോ അള്ളാഹു സുബ്ഹാനഹു തആലയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നത് ആ നാമങ്ങളാണ്. നമുക്കറിയാം പരമകാരുണ്യം അള്ളാഹിന്റെ നാമമല്ല. അപ്പൊ അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഏതൊരു നാമങ്ങൾ കൊണ്ടാണ് അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതാണ് അള്ളാഹിന്റെ അസ്മാഉകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ അല്ലാത്തത് കൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതില്ല എന്നുകൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന പേരുകൾ ഏതാണോ അതാണ് അള്ളാഹുവിന്റെ നാമം. ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ അസ്മാഉകളുടെ ശുറൂത്തുകൾ, അല്ലെങ്കിൽ അതിന്റെ 3 പ്രധാനപ്പെട്ട സ്തംഭങ്ങളായി നമുക്ക് ഈ 3 കാര്യങ്ങളെ പറയാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ ഏതൊന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവ അള്ളാഹുവിന്റെ അസ്മാഉകളാണ്. ഈ 3 കാര്യം ഏതൊന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, وهي التي جاءت في الكتاب والسنة. وهي അസ്മാഉകൾ ഏതാണ്? التي جاءت വന്നവയാണ്. ജാഅ എന്നതിന്റെ സ്ത്രീലിംഗ പദമാണ് ജാഅത്ത്. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. وهي التي جاءت في الكتاب والسنة. അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്ന നാമങ്ങൾ ഏതാണോ അതാണ് അള്ളാഹുവിന്റെ അസ്മാഉകൾ. وهي التي جاءت في الكتاب والسنة. കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ള പദങ്ങൾ ഏതാണോ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ. ഇതിന് അദ്ദേഹം ഈ ആയത്തിൽ നിന്ന് തന്നെയാണ് തെളിവ് കണ്ടെത്തിയിട്ടുള്ളത്. അതെവിടെ നിന്നാണ്? നിങ്ങൾ ചിലൊന്ന് ചിന്തിച്ചു നോക്കുക. അറബി അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അതിൽ നിന്ന് എവിടെ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബിലോ റസൂലുള്ളാഹിന്റെ സുന്നത്തിലോ വന്നതാണ് അല്ലാഹുവിന്റെ അസ്മാഉകൾ എന്ന് ശൈഖുൽ ഇസ്ലാം തെളിവ് പിടിച്ചിട്ടുണ്ടാകുക? നിങ്ങളുടെ ബുദ്ധിയിൽ ആലോചിച്ചാൽ മതി. അവിടെ വൈലക്സിന്റെ സ്ഥലത്ത് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും കൂടി തിരക്കൂട്ടല്ല. സ്വയം ഓരോരുത്തരൊന്ന് ആലോചിച്ച് നോക്കുക. അത് എവിടെയായിരിക്കും? അത് അറബി അറിയുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. എന്തായാലും പണ്ഡിതന്മാർ പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് ഖലീഫ തമീമി അദ്ദേഹം പറഞ്ഞു, وهي التي وردت في الكتاب والسنة مأخوذ من قوله الأسماء. അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും വന്നവയാണ് അസ്മാഉൽ ഹുസ്ന എന്നതിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തെളിവ് പിടിച്ചത് വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അൽ എന്ന പദത്തിന്റെ അറബി ഭാഷയിലുള്ള ഉപയോഗം എന്താണ് എന്ന് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ അറബി പഠിക്കുന്ന ആളുകളാണ്.
ഉദാഹരണത്തിന് നമ്മൾ കിതാബ് എന്ന് പറയുന്നതും അൽ കിതാബ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കിതാബ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കിതാബ്, ഖറഅതു കിതാബൻ, ഞാൻ ഒരു കിതാബ് വായിച്ചു. ഏത് കിതാബാണ് എന്ന് യാതൊരു സൂചന അതിലില്ല. എന്നാൽ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പ്രത്യേകമായ പരാമർശിക്കപ്പെട്ട, അത് കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരു പ്രത്യേക കിതാബിന്റെ ചിത്രം വരുന്ന രൂപത്തിൽ സ്പെസിഫൈഡ് ചെയ്യപ്പെട്ട പുസ്തകമാണ് അൽ കിതാബ്. ഖറഅത്തുൽ കിതാബ, ഞാൻ ഇന്ന കിതാബ് വായിച്ചു. ഖറഅതു അൽ കിതാബ, ഞാനൊരു പ്രത്യേക കിതാബ് ഞാൻ വായിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഖറഅതു അൽ കിതാബ. അലിഫ് ലാം എന്ന പദം പ്രയോഗിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കിതാബ് എന്ന് പറയുന്നത് ഏതോ ഒരു കിതാബ്, എന്നാൽ അൽ കിതാബ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ പറയാറുണ്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകം, ഏതോ ഒരു പുസ്തകം. ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രത്യേക പുസ്തകമാണത്, സ്പെസിഫൈഡ് ആണത്, മഅറൂഫാണ് എന്ന് അറബിയിൽ പറയും, അറിയപ്പെട്ടത്. മറ്റേത് അറിയപ്പെട്ടതല്ല. വലില്ലാഹി അൽ അസ്മാഉ അൽ ഹുസ്ന, അള്ളാഹുവിനാകുന്നു അൽ അസ്മാ ഉള്ളത്. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന എന്ന് അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹുവിന് നല്ല കുറച്ച് നാമങ്ങളുണ്ട് എന്നല്ല, വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന, ഖുർആനിലും സുന്നത്തിലും പരാമർശിക്കപ്പെട്ട അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിനാണുള്ളത്. അപ്പൊ ആ അലിഫ് ലാം എന്ന പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇക്കാര്യം പറഞ്ഞത്. വഹിയല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്ന, കിതാബിലും സുന്നത്തിലും പരാമർശിക്കപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങളായി വന്നിട്ടുള്ളത് ഏതാണോ അതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. അത്തരം നാമങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ നാമങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ചില ദഅവത്തിന്റെ ആളുകൾ, പ്രബോധകന്മാർ പറയുന്ന വലിയ വഴികേടിനുള്ള മറുപടിയുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ പലപ്പോഴും പറഞ്ഞു നടന്നിരുന്നു, മറ്റു പല വേദഗ്രന്ഥങ്ങളിലും പ്രയോഗിക്കപ്പെടുന്ന പദങ്ങൾ അള്ളാഹ് അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്ന പദത്തിന് നേരെ യോജിച്ച പദമാണ് ഓം. ഓം എന്ന് പറഞ്ഞാൽ അവർ പറയും ബ്രഹ്മസ്വരൂപിയായ ദൈവത്തെ വിളിച്ചു പറയാൻ പ്രാർത്ഥിക്കാനുള്ള സർവരൂപിയായ സർവ സംഹാരകനായ ദൈവത്തിനെ വിളിക്കാനുള്ള പേരാണ്. അപ്പൊ ഓം എന്ന് പറഞ്ഞാൽ അത് RSSന്റെ ചിഹ്നമല്ല, അത് മറിച്ച് അള്ളാഹുമ്മ എന്നതിന്റെ ഈസിക്കൽ ടു ട്രാൻസ്ലേഷൻ ആണ് എന്ന് ചില ആളുകൾ പറയാറുണ്ടായിരുന്നു. വലിയ ദലാലത്താണ്, വലിയ ദലാലത്താണ്. ഒരിക്കലും അള്ളാഹു എന്ന പദത്തിന് സമമല്ല ഈ പദങ്ങൾ. ഒരിക്കലും അള്ളാഹു എന്ന പദത്തിന് ചേർന്ന് നിൽക്കുന്ന പദങ്ങളല്ല ഓമോ അതല്ലെങ്കിൽ ദൈവം എന്ന പദമോ മറ്റു പദങ്ങളോ ഒന്നും തന്നെ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല, ഒരിക്കൽ എൻ്റെ ഉസ്താദുമാരിൽ ഒരാൾ പറഞ്ഞത് ചിലപ്പോൾ അത് കുഫറിലേക്ക് വരെ എത്തിയേക്കാമെന്നാണ്. ഇത്തരം പദപ്രയോഗങ്ങൾ ഓം എന്നത് അള്ളാഹുമ്മ എന്നതിന് തുല്യമായ പദമാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ കുഫർ തന്നെയായിരിക്കാം, അതിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഉസ്താദുമാരിൽ ചില പണ്ഡിതന്മാർ, ചില ഉസ്താദുമാർ പറഞ്ഞത്. അപ്പോ അൽ അസ്മാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹിന്റെ നാമമായിട്ട് പറയാൻ പറ്റിയത് കിതാബിലും സുന്നത്തിലും വന്നത് മാത്രമേ പറയാൻ പറ്റൂ. കർത്താവ് അതൊരിക്കലും അള്ളാഹുവിന്റെ പദമല്ല, അള്ളാഹുവിന്റെ പേരല്ല. അല്ലെങ്കിൽ പിതാവ് അതൊരിക്കലും അള്ളാഹുവിന്റെ പേരല്ല. അതല്ലെങ്കിൽ ഹിരണ്യഗർഭൻ, അതല്ലെങ്കിൽ ദൈവം, ഈശ്വരൻ, ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ ബലാലത്തിനെയും ഇസ്ലാമിലുള്ള അവന്റെ അറിവില്ലായ്മയെയും മാത്രമാണ് അത് പുറത്തേക്ക് പ്രകടമാക്കുന്നത്. അതുകൊണ്ട് യാതൊരു നിലക്കും പറയാൻ പാടില്ലാത്ത വാദമാണ്, വർത്തമാനമാണ് അത് എന്ന കാര്യം സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഏതൊരു പദങ്ങൾ കൊണ്ടാണോ
നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പദങ്ങളാണ് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. രണ്ടാമത്തേത് വഹിയല്ലത്തി ജാഅത് ഫിൽ കിതാബി വസ്സുന്നഹ്, അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും ഏത് അസ്മാഉകളാണോ അല്ലാഹുവിന്റെ അസ്മാഉകളായി വന്നിട്ടുള്ളത് അത് മാത്രം അല്ലാഹുവിന്റെ ഇസ്മായിട്ട് പറയാൻ പറ്റും. ഖുർആനിലും സുന്നത്തിലും അല്ലാഹുവിന്റെ നാമങ്ങളായി വന്നവയല്ലാത്ത മറ്റൊരു നാമവും അല്ലാഹ്ക്ക് ഉണ്ടെന്ന് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അതൊരു ഖാഇദയായി, അതൊരു അടിസ്ഥാനമായി അസ്മാഉല്ലാഹി തൗഖീഫിയ്യ എന്ന് പറഞ്ഞൊരു ഖാഇദ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി വരാനുള്ള ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. മൂന്നാമത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഹിയ അല്ലതി തഖ്തദി അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹാ. ആ നാമങ്ങളുടെ മറ്റൊരു പ്രത്യേകത, മൂന്നാമത്തെ ഒരു പ്രത്യേകത, ആ നാമങ്ങൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള പ്രശംസയും പുകഴ്ത്തലും ആ നാമത്തിൽ നിന്ന് കിട്ടും. അർ റഹ്മാൻ, അത് പറയുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ റഹ്മത്ത്, അവന്റെ കാരുണ്യം, അതിന്റെ വിശാലത, അതൊക്കെ ആ നാമത്തിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കും. അർ റഹീം, അൽ ഹയ്യ്, അൽ ഖയ്യൂം, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതൊരു നാമങ്ങൾ ഒരാൾ പറയുന്നോ ആ നാമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനെ പ്രശംസിക്കാനും അവനെ പുകഴ്ത്താനും ആ നാമങ്ങൾ ഒറ്റക്ക് നിന്നാൽ തന്നെ മതിയാകുന്നതാണ്. ആ നാമങ്ങളിൽ ഒന്നും തന്നെ യാതൊരു നിലക്കുമുള്ള മോശം സൂചനകളോ ന്യൂനതകളോ കുറവുകളോ അത്തരം പേരുകളിൽ ഉണ്ടാവില്ല. ഏതു പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് അസ്മാഉകൾ എടുത്താലും ഒരു ചെറിയ ന്യൂനത പോലും അതിലൊന്നും തന്നെ കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. പരിപൂർണമായ നന്മ അടങ്ങിയ അസ്മാഉകളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ. ശരി, അല്ലാഹുവിന്റെ നാമങ്ങളുടെ തഅരീഫാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അൽ അസ്മാഉൽ ഹുസ്ന അൽ മഅറൂഫ ഹിയ അല്ലതി യുദ്അ അല്ലാഹു ബിഹാ വഹിയ അല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്നഹ് വഹിയ അല്ലതി തഖ്തദി അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹാ. ഈ മൂന്നിന്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നാമങ്ങൾ കൊണ്ടാണ് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ നാമങ്ങളാണ് അല്ലാഹുവിന്റെ അസ്മാഉകൾ. ഏതൊരു നാമങ്ങളാണ് അല്ലാഹുവിന്റെ കിതാബിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ വന്നിട്ടുള്ളത് അവയാണ് അല്ലാഹുവിന്റെ അസ്മാഉകൾ. ഏതൊരു നാമങ്ങളാണോ ഒറ്റക്ക് നിൽക്കുമ്പോൾ അല്ലാഹുവിന് പ്രശംസയും പുകഴ്ത്തലുമായി തീരുക അത്തരം നാമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമം. ഉദാഹരണത്തിന്, ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലാക്കാൻ വേണ്ടി, മൂന്നാമത് പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽ ഖദീം എന്ന പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഖദീം, അൽ ഖദീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പഴയത് എന്നാണ് അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം അൽ ഖദീം എന്ന് പറയുമ്പോൾ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേ ഉള്ളവനാണ് എന്ന അർത്ഥത്തിലാണ്. എല്ലാത്തിനും മുന്നേ അള്ളാഹു ഉണ്ടായിരുന്നു എന്ന രൂപത്തിലാണ് അവർ അൽ ഖദീം എന്ന പദം പ്രയോഗിക്കുന്നത്. പക്ഷെ പണ്ഡിതന്മാർ അത് അള്ളാഹുവിന്റെ നാമമായി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം. നമ്മള് ഈ പുസ്തകം പഴയതാണ്, അല്ലെങ്കിൽ ഈ പേന പഴയതാണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ആ പേന ഉപയോഗിക്കാൻ കൊള്ളാത്തതാണ് എന്നോ, അതിൽ പുതിയ പേനുണ്ട്, എന്തിനാ പിന്നെ പഴയതെടുക്കുന്നത്? പഴയതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തിട്ട് പഴകിയിട്ടുണ്ടാകും എന്നത് ഒരു മോശമായ അർത്ഥം അതിൽ ചെറിയൊരു ഭാഗത്തുണ്ട്. അത് പഴയതാണ് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? ഒരു ചെറിയ ന്യൂനത ആ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ അൽ ഖദീം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേ ഉള്ളവനാണ് എന്നാണ്. പക്ഷെ എങ്കിൽ കൂടി ഖുർആനിലോ സുന്നത്തിലോ ആ പദം വന്നിട്ടില്ല. മാത്രമല്ല, ആ പദം ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പരിപൂർണമായ മദ്ഹും സനാഉം അതിൽ നിന്ന് ലഭിക്കുന്നില്ല. മാത്രം ചെറിയൊരു ന്യൂനത ആ പദത്തിലുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതുപോലെ മറ്റനേക നാമങ്ങൾ കാണാൻ സാധിക്കും. പലരും ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുശ്രിക്കുകളെ കളിയാക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കാര്യം കുറച്ചുകൂടി വിശദമായി പിന്നീടുള്ള ക്ലാസ്സുകളിൽ എടുക്കും.
എങ്കിൽ കൂടി നമ്മൾ സൂചന നൽകരുത്, കാര്യം മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾ അവരെ പരിഹസിക്കും. ഇത് ഖുർആനിൽ പലയിടത്തും വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, അവർ മുഅ്മിനീങ്ങളെ കണ്ടുമുട്ടിയാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളൊപ്പാണ്. എന്നാൽ വഇദാ ഖലൗ ഇലാ ഷയാത്തീനിഹിം, എന്നാൽ അവർ അവരുടെ ശൈത്താന്മാരൊപ്പം ഒറ്റക്കായി കഴിഞ്ഞാൽ അവർ പറയും ഖാലു ഇന്നാ മഅക്കും, അവർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ ഈ പൊട്ടന്മാരെ കളിയാക്കുകയാണ് എന്നവർ പറയും. അല്ലാഹു അതിന് മറുപടി പറയാണ്, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹുവാണ് അവരെ കളിയാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കളിയാക്കുന്നു എന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ നമ്മൾ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഹ്സി ആണ്, അല്ലാഹു കളിയാക്കുന്നവനാണ് എന്നൊരു നാമം അതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. കാരണം അൽ മുസ്തഹ്സി എന്ന പദം, കളിയാക്കുന്നവൻ എന്ന കാര്യം, അത് ഒറ്റക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വെറുതെ കളിയാക്കുകയാണെങ്കിൽ എന്താണ്? അതൊരാളെ സംബന്ധിച്ചിടത്തോളം ന്യൂനതയാണ്. ഒരു മനുഷ്യൻ വെറുതെ ഒരാളെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കാൻ, അങ്ങനെ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ അത് ന്യൂനതയാണ്. എന്നാൽ അതേസമയം അസത്യത്തിന്റെ ആളുകൾ സത്യത്തിന്റെ ആളുകളെ കളിയാക്കുമ്പോൾ അവരെ തിരിച്ചു കളിയാക്കലോ, അത് നന്മയാണ്. അപ്പൊ അത് പകരം വീട്ടുന്ന സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണ്. മുനാഫിക്കുകൾ കളിയാക്കുന്നു, അപ്പോൾ അള്ളാഹു അവരെ കളിയാക്കുന്നു. അതല്ലാതെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ അങ്ങോട്ട് പോയി കളിയാക്കല്ല, അവർ കളിയാക്കാൻ, മറിച്ച് അവർ അള്ളാഹുവിനെ കളിയാക്കുന്നു, മുഅ്മിനുകളെ കളിയാക്കുന്നു. അതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കളിയാക്കുന്നു. അപ്പൊ ഇത് പകരമായി പറയുന്ന സന്ദർഭങ്ങളിൽ വന്നതാണ്. അത് ഒറ്റക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലാ യഖ്തദി അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹാ, അതൊരിക്കലും ഒറ്റക്ക് നിൽക്കുമ്പോൾ ആ പദത്തിൽ പരിപൂർണമായ പ്രശംസയും പുകഴ്ത്തലും ആ പദത്തിൽ ലഭിക്കൂല. കളിയാക്കുന്നവൻ എന്നൊരാൾക്ക് പേര് പറയാന്ന് പറഞ്ഞാൽ ശരിയല്ല. ആ പേരൊരിക്കലും പരിപൂർണമായ മദ്ഹ് അതിൽ ഉൾക്കൊള്ളുന്നില്ല, പ്രശംസ അതിൽ ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ഈ രൂപത്തിൽ പണ്ഡിതന്മാർ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്മാകൾ, ഒന്നാമത്തെ കാര്യം അത് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയുന്ന പേരുകളായിരിക്കും. രണ്ടാമത്തെ കാര്യം, ആ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലോ റസൂലുള്ളാഹിയുടെ സുന്നത്തിലോ പരാമർശിക്കപ്പെട്ട പേരുകളായിരിക്കും. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകൾ, മൂന്നാമത്തെ കാര്യം ആ അസ്മാകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മദ്ഹും തനാഉം അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന് ചെറിയൊരു വേർതിരിവായി വരുന്നൊരു കാര്യം അൽ അസ്മാഉൽ മുസ്ദവജ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പഠിക്കും. ഈ ഖായിദകളും ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. അതിന് പരിശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ശരി, അള്ളാഹുവിന്റെ അസ്മാഉകൾ അവക്ക് നമ്മൾ പറയാറുള്ള പേരാണ് അൽ അസ്മാഉ അൽ ഹുസ്ന. അൽ ഹുസ്ന, അതിന്റെ വിശദീകരണം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസ് അവസാനിപ്പിക്കാം. അൽ ഹുസ്ന എന്നത് അൽ അഹ്സൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. അൽ ഹുസ്ന എന്ന് എഴുതുക അലിഫ് ലാം ഹാ ജീം ഹാ, അലിഫ് ലാം ഹാ സീന് നൂന് യാ, യാന് കുത്തുപാടില്ല അവസാനത്തിൽ. അൽ ഹുസ്ന, അൽ ഹുസ്ന എന്നത് അൽ അഹ്സൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. അൽ അഹ്സൻ എന്നെങ്ങനെയാണ് എഴുതുക? അലിഫ് ലാം അലിഫ് ഹംസ ഹാ സീന് നൂന്, അൽ അഹ്സൻ. അഹ്സൻ എന്ന് പറഞ്ഞാൽ
നിങ്ങൾ പലരും കേട്ടില്ല. ഉദാഹരണത്തിന് അക്ബർ, കബീർ എന്ന് പറഞ്ഞാൽ വലുത്, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പൊ അൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമമായ, നന്മയുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന അസ്മാഉകൾ എന്നാണ് അതിന്റെ അർത്ഥമായി നമുക്ക് പറയാൻ സാധിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ അസ്മാഉൽ ഹുസ്ന ഹിയ അഹ്സനുൽ അസ്മാഇ വ അക്മലുഹാ. അല്ലാഹുവിന്റെ നാമങ്ങൾ അവ അഹ്സനുൽ അസ്മാ, നാമങ്ങളിൽ ഏറ്റവും നല്ല നാമങ്ങളാണ്. വ അക്മലുഹാ, നന്മയിൽ അതിന്റെ ഏറ്റവും പൂർത്തീകരണത്തിലെത്തിയ നാമങ്ങൾ ഏതാണ്? അതാണ് അല്ലാഹുവിന്റെ നാമങ്ങൾ. ഫലൈസ ഫിൽ അസ്മാഇ അഹ്സനു മിൻഹാ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ അല്ലെങ്കിൽ നാമങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന നാമങ്ങളുടെ കൂട്ടത്തിൽ അവയേക്കാൾ നല്ല മറ്റൊരു നാമമില്ല. ഒരാൾക്കും അങ്ങനെ ഒരു പേരില്ല. അള്ളാഹുവിനേക്കാൾ നല്ലൊരു പേരുള്ള മറ്റൊരാളുമില്ല, അതല്ലെങ്കിൽ മറ്റൊരു പേരുമില്ല. അള്ളാഹുവിന്റെ പേരുകളെക്കാൾ നല്ല മറ്റൊരു പേരും തീർച്ചയായും ഇല്ല. വലാ യഖൂമു ഗൈറുഹാ മഖാമഹാ. അള്ളാഹുവിന്റെ പേരുകളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പേര് നിൽക്കുകയില്ല. അള്ളാഹുവിന്റെ പേരുകളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പേര് പകരം വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മാത്രമല്ല വലാ യുഅദ്ദി മഅനാഹാ. അള്ളാഹുവിന്റെ പേരുകൾക്ക് പകരം അതിനൊരു പര്യായ പദം കൊണ്ടുവന്നിട്ട് വെക്കുകയാണെങ്കിൽ വലാ യുഅദ്ദി മഅനാഹാ, ആ നാമങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ നാമങ്ങൾ നൽകുന്ന അർത്ഥത്തിന്റെ പരിധിയോളം അതെത്തുകയില്ല. ഉദാഹരണത്തിന് അള്ളാഹു അലീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ശരി, അതിന് പകരം നമ്മൾ വേറെ പദം കൊണ്ടാണ് അള്ളാഹു ആഖിലാണ്, അള്ളാഹു ബുദ്ധിയുള്ളവനാണ്. പറ്റുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അലീം എന്ന പദം നൽകുന്ന അർത്ഥം ഒരിക്കലും മറ്റൊരു പദത്തിന് നൽകാൻ സാധിക്കുകയില്ല. അൽ അലീം എന്ന പദം ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയും, വതഫ്സീറുൽ ഇസ്മി മിൻഹാ ബിഗൈരിഹി ലൈസ തഫ്സീറൻ ബിമുറാദിഫിൽ മഹ്ദിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മസ്അലക്ക് ഇതിൽ സൂചനയുണ്ട്. ഇബ്നു ഖയ്യിം പറയാണ്, വതഫ്സീറുൽ ഇസ്മി മിൻഹാ ബിഗൈരിഹി ലൈസ തഫ്സീറൻ ബിമുറാദിഫിൻ മഹ്ദിൻ. അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ഉദാഹരണത്തിന് അള്ളാഹു അലീമാണ്. അപ്പൊ നമ്മൾ പറയണം അല്ലദീ യഅലമുഹു കുല്ല ഷൈഇൻ, എല്ലാം അറിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ അറബിയിൽ തന്നെ വിശദീകരിക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടി അലീം എന്ന പദത്തിനുള്ള നേരെ തർജുമയല്ല അത്, അറബിയിൽ പറയുകയാണെങ്കിൽ തന്നെ. അപ്പൊ പിന്നെ മറ്റു ഭാഷകൾ പറയുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അറബിയിൽ നമ്മൾ അതിനോട് തുല്യമായ മറ്റൊരു പദം കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഹാദാ ലൈസ തഫ്സീറൻ ബിമുറാദിഫിൻ മഹ്ദിൻ, അള്ളാഹുവിന്റെ പദത്തെ, അള്ളാഹുവിന്റെ നാമത്തിനുള്ള നേർ തർജുമയല്ല നമ്മൾ അതിന്റെ തഫ്സീറായി, അതിന്റെ വിശദീകരണമായി പറയുന്ന പദം. ബൽ ഹുവ അലാ സബീലി തഖ്രീബി വത്തഫഹും, മറിച്ച് അത് നമ്മൾ പറയുന്നത് അലാ സബീലി തഖ്രീബ്, അതിനോട് ഏറ്റവും അടുത്ത ഒരു പദം, അല്ലെങ്കിൽ അത്തഫഹും, അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മറ്റൊരു പദം, അതിന്റെ ആശയത്തിന്റെ ഒരു ചെറിയ അർത്ഥം നൽകുന്ന മറ്റൊരു പദം എന്ന അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ അള്ളാഹുവിന്റെ അസ്മാകൾക്ക് തഫ്സീർ പറയുന്നത്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ശറഹുൽ അസ്മാഉൽ ഹുസ്ന തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പൊ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾ പറയുമ്പോൾ ഉദാഹരണത്തിൽ അൽ ഖയ്യൂം, അൽ ഖായിമു ബിനഫ്സിഹി, ഖയ്യൂം എന്ന നാമത്തിന്റെ അർത്ഥം അൽ ഖായിമു ബിനഫ്സിഹി എന്നാണ് നമ്മൾ പറയും. അൽ മുഖീമു ലിഗൈരിഹി, അപ്പൊ അതിന്റെ അർത്ഥം അൽ ഖയ്യൂം എന്നതിന്റെ ഈക്വൽ ടു ആണ് മറ്റേത് എന്നല്ല, മറിച്ച് അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന, അതിനോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് പദങ്ങളാണ് ഇത് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ എടുക്കാം. കാരണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിക്കണമെങ്കിൽ ഒന്ന് കുറച്ച് അറബി തിരിയണം, രണ്ട് പിന്നെ അത് വായിക്കുമ്പോൾ നല്ല ശ്രദ്ധയും നല്ല ബോധവും നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. തുടക്കത്തിൽ ചെറിയ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും, കാര്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രം തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ
പ്രയാസമുണ്ടാകും. അത് കഴിഞ്ഞാൽ ഈ വിഷയം തീർത്തും എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിന്ന് പറഞ്ഞതിന്റെ ചുരുക്കം ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അതിന്റെ തഅരീഫാണ് നമ്മളിന്ന് പഠിച്ചത്. അതെല്ലാവരും കാണാതെ പഠിക്കണം. ഹിയല്ലതി യുദ്അ അല്ലാഹു ബിഹാ വഹിയല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്ന വഹിയല്ലതി തഖ്തദി അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹാ. ഇതെല്ലാവരും കാണാതെ പഠിക്കണം. എന്നിട്ട് നമ്മളത് വിശദീകരിച്ചു. അതിന് ഓരോന്നിലുള്ള തെളിവ്. ഹിയല്ലതി യുദ്അ അല്ലാഹു ബിഹാ, അതിനുള്ള തെളിവ് നമ്മൾ പറഞ്ഞു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഫദ്ഉഹു ബിഹാ എന്ന പദത്തിൽ നിന്നാണ് വഹിയല്ലതി യുദ്അ അല്ലാഹു ബിഹാ എന്ന് നമ്മൾ താരീഫ് പറഞ്ഞത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ആ പദത്തിൽ നിന്നാണ് വഹിയല്ലതി യുദ്അ അല്ലാഹു ബിഹാ എന്ന താരീഫ് ശൈഖുൽ ഇസ്ലാം കൊണ്ടുവന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു വഹിയല്ലതി ജാഅത് ഫിൽ കിതാബി വസ്സുന്ന. അത് നമ്മൾ പറഞ്ഞു അൽ അസ്മാ എന്നതിലെ അലിഫ്ലാമിൽ നിന്നാണ് അത് ലഭിക്കുക. മൂന്നാമത് നമ്മൾ പറഞ്ഞു വഹിയല്ലതി തഖ്തദി അൽ മദ്ഹ വസ്സനാഅ ബിനഫ്സിഹാ. മദ്ഹും സനാഉം ഒറ്റക്ക് നിന്നാൽ തന്നെ കിട്ടുന്ന പദങ്ങൾ ഏതാണോ അവയാണ് അള്ളാഹുവിന്റെ അസ്മാഉകൾ. അതിനുള്ള തെളിവ് അൽ ഹുസ്ന എന്ന പദമാണ്. വലില്ലാഹിൽ അസ്മാഉ അൽ ഹുസ്ന. ആ അൽ ഹുസ്ന എന്ന പദത്തിൽ നിന്നാണ് ഏറ്റവും ഉത്തമമായ പദങ്ങൾ എന്നതിൽ നിന്നാണ് അത് കിട്ടുക. കാരണം ഏറ്റവും ഉത്തമമായ പദങ്ങൾ എന്തായിരിക്കണം? ഏറ്റവും ഉത്തമമായ അർത്ഥം നൽകുന്നതായിരിക്കണം. ഉദാഹരണത്തിന് മനുഷ്യന്മാര് വളരെ മ്ലേച്ഛമായി കാണുന്ന വസ്തുക്കൾക്ക് പറയപ്പെടുന്ന പേരുകളും എന്തായിരിക്കും? അവർക്കിടയിൽ മ്ലേച്ഛമായിരിക്കും. മനുഷ്യന്മാർ അവർ ഏറ്റവും നല്ല പദമായി ബഹുമാനിക്കപ്പെടേണ്ട പദങ്ങളായി പരിഗണിക്കുന്ന പദങ്ങൾ ഏറ്റവും നല്ല, ഏറ്റവും മഹത്തരമായ അർത്ഥം നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകളും, അള്ളാഹുവിന്റെ അസ്മാകൾ ഏറ്റവും നല്ല മഹത്തരമായ അർത്ഥം നൽകുന്നതാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും മഹത്തരമായ പദങ്ങൾ, ഏറ്റവും ഉത്തമമായ നാമങ്ങൾ അതാണ്. അൽ ഹുസ്ന എന്ന പദത്തിൽ നിന്നാണ് അത് ലഭിക്കുക. രണ്ടാമത്തെ നമ്മൾ അൽ ഹുസ്ന എന്നത് വിശദീകരിക്കാൻ നമ്മൾ തുടങ്ങി. ഹുസ്ന എന്നത് അഹ്സൻ എന്നതിന്റെ ബഹുവചനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ അത് ഏറ്റവും പരിപൂർണമായ നാമങ്ങളാണ്. അത് ഏറ്റവും പരിപൂർണമായ അർത്ഥം നൽകുന്നതാണ്. അതുപോലെ തന്നെ നാമങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങളെക്കാൾ നല്ല മറ്റൊരു നാമവുമില്ല. അതിന് പര്യായമായി നിൽക്കാവുന്ന മറ്റു പദങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഇടയിൽ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ചില വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിലൊരു കാര്യം അള്ളാഹുവിന്റെ നാമങ്ങളിൽ അവനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. അതല്ലാത്ത നാമങ്ങളിൽ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ കാഫിറായി, അല്ലെങ്കിൽ അത് കുഫ്ര, ഇസ്ലാമെന്ന് പുറത്തു പോകും എന്നിത്യാദി പദപ്രയോഗങ്ങൾ നടത്തുന്നത് സൂക്ഷ്മമല്ല. കാരണം ഒരു മസ്അലയിൽ ഹുക്ം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല എന്നെ പഠിപ്പിച്ച അധ്യാപകർ പോലും ഈ വിഷയം ചോദിക്കപ്പെട്ടാൽ ചിലപ്പോൾ ഹറാം എന്നോ മറ്റോ നമ്മൾ പറയില്ല, പരമാവധി വിട്ടുനിൽക്കാൻ ഏറ്റവും നല്ലത് എന്നാണ് അവരിൽ ചിലർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും അന്യ മതസ്ഥർ ഉപയോഗിക്കുന്ന പദങ്ങൾ അള്ളാഹുവിന്റെ അസ്മാകൾക്ക് തുല്യമല്ല. അവ അള്ളാഹുവിന്റെ അസ്മാകൾക്ക് തുല്യമാണെന്ന് പറയൽ കുഫ്രോ, ഇസ്ലാമിൽ നിന്ന് അള്ളാഹുവിന്റെ നാമങ്ങളെ നിഷേധിക്കലോ ആണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പല ദാഇമാരും പ്രബോധകന്മാരും ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തിയതായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതാരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ, അത് ശരിയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കണം. അതിൽ അവർ പിന്മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അവയെല്ലാം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുകയും എടുത്തു വെക്കുകയും ചെയ്യണം. ആദ്യം കുറച്ച് ക്ലാസ്സുകൾ, ഒരു 10-15ഓളം ക്ലാസ്സുകൾ നമുക്ക് അള്ളാഹുവിന്റെ അസ്മാഉകൾ, അതിന്റെ ഖവാഇദുകൾ, അതിലുള്ള അടിസ്ഥാനങ്ങൾ പഠിക്കേണ്ട ക്ലാസ്സുകളാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ അസ്മാഉൽ ഹുസ്ന അതിന്റെ തഫ്സീറിലേക്ക് കടക്കുകയുള്ളൂ. മാത്രമല്ല അസ്മാഉൽ ഹുസ്ന പഠിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറബിയിൽ കുറച്ചൊരു പിടുത്തം അസ്മാഉൽ ഹുസ്ന മനസ്സിലാക്കാൻ ആവശ്യമാണ്. അതില്ലാതെ തീർത്തും മലയാളത്തിൽ മാത്രം പഠിപ്പിച്ചു തരാൻ സാധിക്കുകയില്ല. എല്ലാവരും പറയാറുള്ള കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിന് വലിയ തുടക്കത്തിൽ ഇങ്ങനെ ഒരു രസിച്ച് കേൾക്കാൻ പറ്റിയ ഒരു വിഷയമാണ് എന്നാരും ധരിക്കരുത്. ശരി, അസ്മാഉൽ ഹുസ്നന്റെ തഫ്സീർ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാണ്, കുറെ കൂടി കേൾക്കാൻ നമുക്ക് മനസ്സിൽ താല്പര്യം തോന്നുന്ന വിഷയങ്ങളായിരിക്കും. പക്ഷെ തുടക്കത്തിലുള്ള ഖവാഇദുകൾ, അടിസ്ഥാനങ്ങൾ, അവ വ്യക്തമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ അസ്മാഉകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുള്ളൂ.
അതല്ലെങ്കിൽ അള്ളാഹ്ക്ക് വജ്ഹുണ്ട് എന്ന് പറയുമ്പോൾ അപ്പത്തേക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാം മനുഷ്യന്മാരെ മുഖമായിരിക്കും. അതുപോലെ അള്ളാഹുന്റെ അസ്മാഉ സിഫാത്തുകളോ പറയുമ്പോഴോ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. അപ്പൊ ഖവാഇദുകൾ ആദ്യം പഠിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മൻ ഹുരിമൽ ഉസൂൽ ഫഖദ് ഹുരിമൽ വുസൂൽ. ആർക്കെങ്കിലും ഉസൂലുകൾ അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ വുസൂൽ, അവൻ ആ വിഷയത്തിൽ സത്യത്തിലേക്ക് എത്തിച്ചേരുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഹറാമാക്കപ്പെടും. അവനത് സാധിക്കൂല എന്നാണ്. അടിസ്ഥാനങ്ങൾ പഠിക്കാത്തവന് ആ അടിസ്ഥാനങ്ങൾക്ക് മേൽ പടുത്തുയർത്തപ്പെടുന്ന വിഷയങ്ങളും പഠിക്കാൻ സാധിക്കൂല. അപ്പൊ ഖവാഇദുകളൊന്നും പഠിക്കേണ്ട, അസ്മാഉൽ ഹുസ്നയുടെ ശറഫ് തുടങ്ങിയങ്ങൾ ഇനി അറിയിക്കണം. അപ്പം മുതൽ ഞാൻ കേട്ടോണ്ട് എന്ന് ഇനി ആരും കൂട്ടുകാരെ വിളിച്ച് പറയേണ്ടതില്ല. ഇതെല്ലാം കേൾക്കേണ്ടതാണ്. മാത്രമല്ല എന്റെ വസിയത്ത് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇതിന്റെ ഖവാഇദുകൾ കേൾക്കാത്ത ആരും ദയവ് ഇതിന്റെ ശറഹ് കേൾക്കരുത്. ആദ്യത്തിൽ അടിസ്ഥാനങ്ങൾ മുഴുവൻ കേൾക്കുന്ന ആളുകൾ മാത്രമാണ് ബാക്കി കേൾക്കേണ്ടത്. എല്ലാത്തവരും കേട്ടിട്ടില്ലെങ്കിൽ യാതൊരു പ്രയാസം നമുക്കില്ല. പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുൽ മുവഫ്ഫിഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.